Today we are going to discuss about the preparation of alkanes. അതിലെ second portion ആണ് പറയുന്നത്. Second portion ആകുമ്പോൾ carbonyl compounds നമുക്ക് alkane എങ്ങനെയാണ് prepare ചെയ്യാന്ന് പറയാം. അതിൽ മൂന്ന് ടൈപ്പ് റിയാക്ഷൻ ആണുള്ളത്. Clemmensen reduction, അതുപോലെ Wolff-Kishner reduction, അതുപോലെ തന്നെ Kolb's electrolysis. അങ്ങനെ മൂന്ന് ടൈപ്പ് റിയാക്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് Clemmensen reduction. ഇതിൽ നമ്മൾ കീറ്റോ ഗ്രൂപ്പാണ് എടുക്കുന്നത്. അപ്പോൾ കീറ്റോണിനെ നമ്മൾ സിങ്ക് അമാൽഗം കോൺസെൻട്രേറ്റഡ് HCl ഉപയോഗിച്ചിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈഥൈൽ ബെൻസീൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കാർബണും ഓക്സിജനും തമ്മിലുള്ള ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് രണ്ട് ഹൈഡ്രജൻ ആറ്റം ഇവിടെ അറ്റാക്ക് ചെയ്യാണ്, ഇവിടെ ലിങ്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലെമൻസൺ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ സിങ്ക് അമാൽഗമാണ് അതിൻ്റെ റിയേജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും, അതുപോലെ തന്നെ ബെൻസാൽഡിഹൈഡ് അല്ലെ, ഒരു കാർബണൈൽ കോമ്പൗണ്ട് ആണ് ബെൻസാൽഡിഹൈഡ്. അതിന് സിങ്ക് അമാൽഗവും അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്യിച്ചാൽ നമുക്ക് മീഥൈൽ ബെൻസീൻ കിട്ടും. അപ്പോൾ ഇതൊരു ആൽക്കെയിൻ ആണ്. അപ്പോൾ രണ്ടും ആൽക്കെയിൻ ആണ് നമുക്ക് കിട്ടിയത് കണ്ടു. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൊഡക്റ്റ് വരിക. ഇനി വേറെ റിയാക്ഷൻ ആണ് പ്രൊപ്പനാല്. നമ്മൾ എന്തെങ്കിലും ഒരു കീറ്റോ ഗ്രൂപ്പാണ്, അതിന് സിങ്ക് അമാൽഗമും കോൺസെൻട്രേറ്റഡ് HCl ആയിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ പ്രൊപ്പെയിൻ കിട്ടും. ഓക്കെ, ദെൻ അതൊരു ആൽക്കെയിൻ ആണ്. ഇനി പ്രൊപ്പനോണും വെച്ചിട്ട് നമ്മൾ സിങ്ക് അമാൽഗമും കോൺസെൻട്രേറ്റഡ് HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കവിടെ പ്രൊപ്പെയിൻ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആൽഡിഹൈഡും കീറ്റോണും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെമൻസൺ റിഡക്ഷൻ ചെയ്യാൻ പറ്റും. അവിടെ ആൽക്കെയിൻ ആണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി അനന്തർ റിയാക്ഷൻ ആണ്, വേറൊരു കാർബണൈൽ കോമ്പൗണ്ട് ആണ്, അതിന് സിങ്ക് അമാൽഗമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് ആൽക്കെയിൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അസറ്റാൽഡിഹൈഡ് ആണിത്. അതിൽ നമ്മൾ റിഡക്ഷൻ ചെയ്യാണ് സിങ്ക് അമാൽഗം ബാർ HCl വെച്ചിട്ട്. നമ്മുടെ 4 ഹൈഡ്രജൻ എന്ന് കാണിക്കുന്നത് എന്താണ്? റിഡക്ഷൻ. ഹൈഡ്രജൻ എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ആണല്ലോ. അപ്പോൾ 4 ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈഥെയിൻ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ കീറ്റോ ഗ്രൂപ്പാണിത്. അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കവിടെ പ്രൊപ്പെയിൻ കിട്ടും. ഓക്കെ, സിങ്ക് അമാൽഗം ബാർ HCl വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ ആണ് വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കീറ്റോണോ ആൽഡിഹൈഡോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാർബണൈൽ കോമ്പൗണ്ട് ആയിട്ടുള്ള കീറ്റോണോ ആൽഡിഹൈഡോ വെച്ചിട്ട് നമുക്ക് ബേസിക് സൊല്യൂഷനിലുള്ള ഹൈഡ്രസീനാണ് ഇവിടെ റിയേജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, NH2 ആണ് ഹൈഡ്രസീൻ. ബേസിക് സൊല്യൂഷനിലാണ്. അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു ആൽക്കെയിൻ കിട്ടും. ഓക്കെ, ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ അതെന്താണ്? ഈഥൈൽ ബെൻസീൻ ആണ്. അപ്പോൾ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഡീഓക്സിജനേഷൻ ആണ് നടക്കുന്നത്. ഓക്സിജൻ റിമൂവ് ചെയ്യാണ്, റിയാക്റ്റന്റിൽ നിന്ന് ഓക്സിജൻ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ എന്ത് വരും? ഹൈഡ്രജൻ വരും. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ. അപ്പോൾ ഹൈഡ്രസീൻ, ബേസിക് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രസീൻ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന റിയേജന്റ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കാര്യം പറയാണ്. നമ്മൾ വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ ഡിസ്കവർ ചെയ്തത് കിഷ്ണർ 1911ലും വോൾഫ് എന്ന് പറയുന്നത് 1912ലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അത് ഡിസ്കവർ ചെയ്തത്. ഈ വോൾഫ്-കിഷ്ണർ റിഡക്ഷനിൽ റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? കാർബണൈൽ ഫങ്ഷണാലിറ്റീസിനെ മെഥിലീൻ ഗ്രൂപ്പായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ കൺവേർഷൻ നടക്കുന്നത് കാർബണൈൽ ഗ്രൂപ്പിനെ മെഥിലീൻ ഗ്രൂപ്പാക്കി മാറ്റുകയാണ്. അതുപോലെ തന്നെ വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഗാനിക് റിയാക്ഷൻ ആണ്. ഇതിൽ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ആൽക്കെയിൻ ആക്കിയാണ് മാറ്റുന്നത് ബൈ യൂസിങ് ഹൈഡ്രസീൻ, ബേസ് ആൻഡ് തെർമൽ കണ്ടീഷൻ. അതുപോലെ തന്നെ വോൾഫ്-കിഷ്ണർ റിഡക്ഷൻ റിക്വയർ ഹൈലി ബേസിക് കണ്ടീഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ബേസ് സെൻസിറ്റീവ് സബ്സ്ട്രേറ്റ് ഇതിന് സ്യൂട്ടബിൾ ആയിരിക്കില്ല. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത് പറയാനുള്ളത് കോൾബ്സ് ഇലക്ട്രോളിസിസ് ആണ്. എന്താണ് കോൾബ്സ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്? അതിൽ അക്വ സൊല്യൂഷൻ ഓഫ് സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ് നമ്മളവിടെ സബ്സ്ട്രേറ്റ് ആയിട്ട് എടുക്കുന്നത്. അതിന് ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ആൽക്കെയിൻ കിട്ടും. അതിൽ ആൽക്കെയിൻ എന്ന് പറയുന്നത് കണ്ടെയ്നിങ് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആനോഡിലാണ് നമുക്കവിടെ പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ആനോഡും കാഥോഡും നമുക്കറിയാം. ഇലക്ട്രോളിസിസ് എന്ന് പറയുമ്പോൾ ആനോഡും കാഥോഡും 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവും. അതിൽ വെച്ചിട്ടാണ് റിയാക്ഷൻ നടക്കുക. ഇവിടെ നമ്മൾ സോഡിയം അസറ്റേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ അക്വ സൊല്യൂഷനാണ്, 2H2O. ഓക്കെ, നമ്മൾ ഇവിടെ സോഡിയം അസറ്റേറ്റ്, അക്വ സൊല്യൂഷൻ ഓഫ് സോഡിയം അസറ്റേറ്റ് ഇലക്ട്രോളിസിസ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഈഥെയിൻ ആണ് കിട്ടുന്നത് അല്ലേ. ഈഥെയിൻ അതൊരു ആൽക്കെയിൻ ആണ്. then അതിന്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജന് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് ബൈ പ്രൊഡക്റ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷൻ എങ്ങനെ നടക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 2 മോളിക്യൂൾ ഓഫ് സോഡിയം അസറ്റേറ്റ് ആണ് എടുത്തത്.
അത് അസറ്റേറ്റ് അയോണായിട്ട് മാറും. അസറ്റേറ്റ് അയോണും അതുപോലെ തന്നെ Na+. അത് ആനോഡിൽ എങ്ങനെയാണ് നടക്കുന്നത്? ഈ 2 അസറ്റേറ്റ് അയോണ് 2 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തിട്ട് അസറ്റേറ്റ് ഫ്രീ റാഡിക്കലായിട്ട് മാറും. ഓക്കെ, 2 അസറ്റേറ്റ് ഫ്രീ റാഡിക്കൽ. ആ അസറ്റേറ്റ് ഫ്രീ റാഡിക്കലിൽ നിന്ന് 2 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്തിട്ട് മീഥൈൽ ഫ്രീ റാഡിക്കലായിട്ട് മാറും. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ആണിത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്താൽ 2 ഫ്രീ റാഡിക്കലാണ് കിട്ടുന്നത്, 2 CH3 ഫ്രീ റാഡിക്കൽ. ഈ 2 ഫ്രീ റാഡിക്കലും കൂടി ചേർന്നിട്ട് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? ഈഥെയ്ൻ, ഒരു ആൽക്കെയിൻ അവിടെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ ആനോഡിലാണ് നമ്മൾ പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഇനി കാഥോഡിൽ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്? നമ്മൾ വാട്ടറും ഇലക്ട്രോണായിട്ട് കൂടി ചേർന്നിട്ട് അവിടെ OH- H റാഡിക്കലാണ് ഉണ്ടാകുന്നത്, ഹൈഡ്രജൻ റാഡിക്കൽ. ഈ 2 ഹൈഡ്രജൻ റാഡിക്കൽ കൂടി ചേർന്നിട്ട് എന്തുണ്ടാവും? ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് അത് ഇവോൾവ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ കോൾഡ്സ് ഇലക്ട്രോളിസിസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് കാർബണിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഹൈഡ്രജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഏകദേശം സെയിം ആണ്. അതുകൊണ്ട് തന്നെ കാർബൺ സിഗ്മ ബോണ്ടും അതുപോലെ തന്നെ കാർബൺ ഹൈഡ്രജൻ ബോണ്ടും നോൺ പോളാർ ആയിരിക്കും. നോൺ പോളാർ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പോൾ നോൺ പോളാർ ആയതുകൊണ്ട് തന്നെ ഈ ബോണ്ട്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കും, അതുപോലെ തന്നെ പ്യുവർ ആയിരിക്കും. പ്യുവർ ഇൻ നേച്ചർ കോവാലന്റ് ബോണ്ട് ആയിരിക്കും. അവിടെ ആൽക്കെയിനിൽ കൊളീഷൻ നടന്നാലോ അതുപോലെ തന്നെ നോർമൽ റിയേജന്റ് വെച്ചിട്ട് നമ്മൾ റിയാക്ഷൻ നടത്തിയാലോ അവിടെ നമ്മൾ റിയാക്ഷൻ നടക്കൂല, കാരണം അത് സ്റ്റേബിൾ ആണ്, ഇനേർട്ടാണ്. ഓക്കെ, ആൽക്കെയിൻസ് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണ്, ഇനേർട്ടാണ്. കാരണം കാർബൺ ബോണ്ടും കാർബൺ ഹൈഡ്രജൻ ബോണ്ടും ഒരു സ്ട്രോങ് ബോണ്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ആൽക്കെയിൻസിനെ നമ്മൾ certain ഹൈ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ നമ്മൾ ഡ്രാസ്റ്റിക് കണ്ടീഷൻ ഉപയോഗിക്കുമ്പോഴാണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഓക്സിഡേഷൻ നടത്തുകയാണ് അണ്ടർ ഹൈ ടെമ്പറേച്ചർ ഓർ UV ലൈറ്റിന്റെ പ്രസൻസിൽ. അപ്പോൾ എന്താണ് നടക്കുന്നത്? അവിടെ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നടക്കുക. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ എന്താണ്? ഹാലജനേഷൻ. എന്താണ് ഹാലജനേഷൻ എന്ന് പറയുന്നത്? ആൽക്കെയിൻസിൽ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഹാലജൻ കയറി വരിക, അതിനാണ് നമ്മൾ ഹാലജനേഷൻ എന്ന് പറയുക. അപ്പോൾ സാധാരണയായിട്ട് ഹാലജൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെയാണ്. അപ്പോൾ ഈ റിയാക്ഷനിൽ ഫ്ലൂറിനാണ് ഏറ്റവും റിയാക്ടിവിറ്റി കൂടുതലുള്ള, അയഡിൻ ഏറ്റവും കുറവാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഫ്ലൂറിൻ എക്സ്പ്ലോസീവ്ലി റിയാക്റ്റീവ് ആണ്, അതുകൊണ്ട് നമ്മൾ അതിനെ ഹാലജനേഷൻ ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ അയഡിൻ എന്ന് പറഞ്ഞാൽ സ്ലോ റിയാക്റ്റീവ് ആണ്, അതുകൊണ്ടും അയഡിൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഹാലജനേഷൻ ഉപയോഗിക്കുന്നത് ക്ലോറിനും ബ്രോമിനും ആണ്. ഇപ്പോൾ ക്ലോറിൻ ആണെങ്കിൽ നമുക്ക് അതിനെ ക്ലോറിനേഷൻ എന്ന് പറയാം, ബ്രോമിൻ ആണെങ്കിൽ അതിനെ ബ്രോമിനേഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഹാലജനെ ട്രീറ്റ് ചെയ്യുക? UV ലൈറ്റിന്റെ അല്ലെങ്കിൽ ടെമ്പറേച്ചറിന്റെ പ്രസൻസിലാണ്. അപ്പോൾ നമ്മൾ ഹാലജനേഷൻ നടത്തണമെങ്കിൽ UV ലൈറ്റോ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറോ വേണം. ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 250 to 400 ഡിഗ്രി സെൽഷ്യസ് ആവണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലോറിനേഷൻ പറയാം. എന്താണ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്? ആൽക്കെയിൻസ് ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ക്ലോറോ ഡെറിവേറ്റീവ്സ് കിട്ടും. എന്തിന്റെ പ്രസൻസിലാണ്? UV ലൈറ്റിന്റെ അല്ലെങ്കിൽ 250 to 400 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുള്ള ഹൈ ടെമ്പറേച്ചറിലാണ് ചെയ്യുന്നത്. അപ്പോൾ മീഥൈന് ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? ക്ലോറോ മീഥൈൻ കിട്ടും. അതുപോലെ തന്നെ ഈഥൈന് ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്താൽ ക്ലോറോ ഈഥൈൻ കിട്ടും. അപ്പോൾ ലൈറ്റിന്റെയോ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, ഇനി ക്ലോറിനേഷനിൽ എന്തൊക്കെയാണ്? ക്ലോറിനേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിലെ ക്ലോറിന്റെ എക്സസ് എമൗണ്ട് ആണെങ്കിൽ എങ്ങനെയാണ് അവിടെ റിയാക്ഷൻ നടക്കുക നോക്കുക. ക്ലോറിനും മീഥൈനും ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. UV ലൈറ്റ് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുമ്പം ക്ലോറോ മീഥൈൻ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അതിന്റെ ഡൈക്ലോറോ മീഥൈൻ ആണ് കിട്ടുന്നത്. ഈ ക്ലോറോ മീഥൈന് ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് അടുത്തതായിട്ട് എന്താണ് ചെയ്യുന്നത്? ഡൈക്ലോറോ മീഥൈൻ. അപ്പോൾ അവിടെ എക്സസ് ഓഫ് ക്ലോറിൻ ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത് ഇൻ ദി പ്രസൻസ് ഓഫ് UV ലൈറ്റ് ആൻഡ് ഹീറ്റ്. ഓക്കെ, അപ്പോൾ ഡൈക്ലോറോ മീഥൈൻ. അപ്പോൾ ഓരോ ഹൈഡ്രജനും റീപ്ലേസ് ചെയ്തിട്ട് എന്ത് വരും? ക്ലോറിൻ അവിടെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡൈക്ലോറോ മീഥൈൻ ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? ട്രൈക്ലോറോ മീഥൈൻ പ്ലസ് HCl. അപ്പം മൂന്നാമത്തെ ക്ലോറിനും അവിടെ അറ്റാച്ച് ആയി. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്ലോറിൻ എന്ന് പറയുമ്പോൾ CHCl3. അപ്പോൾ ഇനി ഒരു ഹൈഡ്രജനും കൂടെ അവിടെ റീപ്ലേസ് ചെയ്യാനുണ്ട്. വീണ്ടും നമ്മൾ ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ ടെട്രാ ക്ലോറോമീഥൈൻ കിട്ടി. ഓക്കെ, CCl4. അപ്പോൾ നമുക്കിവിടെ 4 പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഹയർ ആൽക്കെയിൻ ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ക്ലോറിനേഷൻ നടത്താൻ പറ്റും. ഇനി അതിന്റെ മെക്കാനിസം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ 3 ടൈപ്പും
മൂന്ന് സ്റ്റെപ്പുകളായിട്ടാണ് ഇതിൻ്റെ മെക്കാനിസം വരുന്നത്. ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെയിൻ ഇനീഷ്യേഷൻ ആണ്, രണ്ടാമത്തെ ചെയിൻ പ്രൊപ്പഗേഷൻ ആണ്, മൂന്നാമത്തെ ചെയിൻ ടെർമിനേഷൻ ആണ്. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്ലോറിൻ മോളിക്യൂൾസ് എനർജി അബ്സോർബ് ചെയ്തിട്ട് അത് ഡീകമ്പോസ് ചെയ്യും അല്ലേ, ക്ലോറിൻ റാഡിക്കലായിട്ട് ഡീകമ്പോസ് ചെയ്യും. അതിനെ ഹോമോളിസിസ് എന്നാണ് പറയുക. അപ്പോൾ ഹോമോളിസിസ് ചെയ്താൽ അവിടെ 2 റാഡിക്കൽ കിട്ടും, ക്ലോറിൻ 2 റാഡിക്കലായിട്ട് മാറും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെയിൻ പ്രൊപ്പഗേഷൻ ആണ്. എന്താണ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്? ഈ ക്ലോറിൻ റാഡിക്കൽ മീഥേനായിട്ട് മോളിക്യൂളായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് അവിടെ ഹൈഡ്രജൻ, അതിൽ CH4 ഒരു ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് മീഥൈൽ റാഡിക്കലും HCl ആയിട്ട് മാറും. ആ റിയാക്ഷനാണ് അവിടെ താഴെ കൊടുത്തത്. CH4 ഒരു ക്ലോറിൻ ഒരു ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് CH3 ഓക്കെ, CH3 റാഡിക്കലായിട്ട് മാറി പ്ലസ് HCl. ഈ CH3 റാഡിക്കൽ വീണ്ടും ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? ക്ലോറോമീഥേൻ പ്ലസ് ക്ലോറിൻ റാഡിക്കൽ. അങ്ങനെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ റിയാക്ഷൻസ് ആണ് താഴെ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം, ഇവിടെ ക്ലോറോമീഥേൻ ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ഈ ക്ലോറിൻ റാഡിക്കലാണ് ഇവിടെ വരുന്നത്. ക്ലോറിൻ റാഡിക്കലായിട്ട് റിയാക്ട് ചെയ്താൽ CH2Cl പ്ലസ് HCl. അപ്പോൾ ഇവിടെയും റാഡിക്കലാണ് കിട്ടുക. ഈ റാഡിക്കൽ വീണ്ടും ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്താൽ CH2Cl2 ഡൈക്ലോറോമീഥേൻ കിട്ടി. വീണ്ടും ക്ലോറിൻ റാഡിക്കൽ അല്ലേ. ഈ ക്ലോറിൻ റാഡിക്കൽ ഉണ്ടാവുന്നതോളം കാലം അതിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ആ റിയാക്ഷനാണ് നമ്മളിവിടെ കാട്ടിയത്. CH2Cl2Cl ഡോട്ട് യൂസ് CHCl2 ഡോട്ട് പ്ലസ് HCl. വീണ്ടും ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്തു, ട്രൈക്ലോറോമീഥേൻ കിട്ടി. ഓക്കെ, വീണ്ടും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? അതിൻ്റെ കൂടെ തന്നെ ക്ലോറിൻ റാഡിക്കൽ കിട്ടുന്നുണ്ട്. Then CHCl3 plus Cl dot gives CCl3 dot plus HCl. Then CCl3 dot Cl2 ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? ടെട്രാക്ലോറോമീഥേൻ കിട്ടും. അപ്പോൾ ഇവിടെയൊക്കെ റിയാക്ഷനിൽ ഓരോ സബ്സ്ട്രേറ്റും എന്തായിരിക്കും? ഫ്രീ റാഡിക്കൽ ആയിരിക്കും. ഇനി ഇത് 2 സബ്സ്ട്രേറ്റും ഫ്രീ റാഡിക്കൽ ആണെങ്കിൽ അവിടെ എന്ത് നടക്കും? ചെയിൻ ടെർമിനേഷൻ സ്റ്റെപ്പ് നടക്കും. അതാണ് നമ്മൾ അടുത്ത പ്രാവശ്യം പറയുന്നത്, അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത്. ഓക്കെ, നമ്മളവിടെ കോൺസെൻട്രേഷൻ ഡിക്ലൈൻ ചെയ്യാണ്. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്ലൈൻ ചെയ്യുന്നതിനനുസരിച്ച് അതിന് കോമ്പിനേഷൻ നടക്കുന്നതിന് അല്ലേ, നമ്മളെ ഫ്രീ റാഡിക്കൽ കോമ്പിനേഷൻ നടക്കാൻ തുടങ്ങും അല്ലേ. ഫ്രീ റാഡിക്കൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ 2 റാഡിക്കൽസ് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? Cl2 ആയിട്ട് മാറും. ദെൻ ഇവിടെ 2 റാഡിക്കലാണ്. അപ്പോൾ 2 റാഡിക്കൽ സബ്സ്ട്രേറ്റ് 2 റാഡിക്കലാണെങ്കിൽ അവിടെ ചെയിൻ ടെർമിനേഷൻ സ്റ്റെപ്പാണ് നടക്കുന്നത്. നമുക്കവിടെ ഈഥേൻ കിട്ടും. അതുപോലെ തന്നെ CH3 റാഡിക്കലും Cl റാഡിക്കലും കൂടി ചേർന്നാൽ ക്ലോറോമീഥേൻ കിട്ടും. അപ്പോൾ ഇതാണ് ചെയിൻ ടെർമിനേഷൻ സ്റ്റെപ്പ്. അപ്പോൾ 3 സ്റ്റെപ്പുകളാണ് ഇതിലുള്ളത്. ഒന്ന് ചെയിൻ ഇനീഷ്യേഷൻ, നെക്സ്റ്റ് ചെയിൻ പ്രൊപ്പഗേഷൻ, നെക്സ്റ്റ് ചെയിൻ ടെർമിനേഷൻ സ്റ്റെപ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്രീ റാഡിക്കൽ മെക്കാനിസം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ബ്രോമിനേഷനും നടക്കുന്നുണ്ട്. ഓക്കെ, ക്ലോറിനേഷൻ നടക്കുന്ന പോലെ തന്നെ ബ്രോമിനേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹാലജനേഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ.